ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ലാബ് എന്ന് പറയുന്നത് ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. നിങ്ങൾ ബേസിക് ആയിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം ഫംഗ്ഷൻസിന്റെ ഒക്കെ ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് ഡൊമൈനിലെ എക്സ് ആക്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. അപ്പോൾ നമുക്ക് വെറുതെ ഇതിന്റെ എയിം ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. ടു കൺസ്ട്രക്ട് ആൻ അപ്ലെറ്റ് ടു എസ്റ്റാബ്ലിഷ് ജോമെട്രിക്കലി ദ കറസ്പോണ്ടൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് ഇമേജ് അണ്ടർ എ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഇമേജ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഡൊമൈനിൽ ഏതാണോ പോയിന്റ് എടുക്കുന്നത് അതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും കിട്ടുക. ഡൊമൈനിൽ എടുക്കുന്ന വാല്യൂസ് എക്സ് വാല്യൂസും ആൻഡ് അത് എക്സ് ആക്സിലെ വാല്യൂസ് ആയിരിക്കും. ഇമേജ് ആയിട്ട് കിട്ടുക നിങ്ങൾക്ക് വൈ ആക്സിലെ വാല്യൂസ് ആയിരിക്കും. നമ്മൾ റേഞ്ച് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ടു യൂസ് ദിസ് അപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു സംഭവം കേട്ടോ, ആ ഒരു ഇന്റർഫേസ്. ടു ഫൈൻഡ് ദി ഇമേജ് ഓഫ് നമ്പർ അണ്ടർ വേരിയസ് ഫംഗ്ഷൻസ്, ടു യൂസ് ആൻ അപ്ലെറ്റ് ടു വിഷ്വലൈസ് ദ കമ്പാരിസൺ ഓഫ് എ ഫംഗ്ഷൻ വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മെഷീൻ. ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മെഷീൻ ഇപ്പോൾ അധികം സ്കൂളിലൊന്നും പറയാറില്ല, ക്വസ്റ്റ്യൻ പേപ്പറുകളിലും അത് കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ബാക്കി രണ്ട് ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫംഗ്ഷന്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെയുള്ള ഒരു കൺസെപ്റ്റുകളൊന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇമേജ് ഓഫ് എ നമ്പർ എ, അതായത് ഡൊമൈനിലുള്ള എ എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എ ആണ്. ആ ഇമേജ് എവിടെയാണ് ഉണ്ടാവുക? വൈ ആക്സിസിലാണ്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റെഡി? അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ആൻഡ് അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഈസ് കളക്ഷൻ ഓഫ് പോയിന്റ് എ കോമ എഫ് ഓഫ് എ. അതായത് നിങ്ങളൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജ് കിട്ടും. ആ പോയിന്റും ഇമേജ് കൂടിയും നിങ്ങൾക്ക് കോർഡിനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കോർഡിനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന പോയിന്റുകളെല്ലാം കൂടി കളക്ഷനെയാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുക. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന പണ്ടത്തെ സിസ്റ്റം ഓർമ്മയല്ലേ നിങ്ങൾക്ക്? അത് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരിക എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഫസ്റ്റ് ആക്ടിവിറ്റീസ് വെച്ച് തന്നെ തുടങ്ങാം. നോക്കൂ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.01. മാക്സിമം മിനിമം വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളൊരു മാക്സിമം മിനിമം വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ആൾജിബ്ര വ്യൂയും ഗ്രാഫിക്സ് വ്യൂ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ജിയോജിബ്രയുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ വന്നിട്ടുണ്ട്. എന്നിട്ട് ഫയൽ, ഇതിപ്പോൾ പഴയ ടൂൾ പഴയ ഒരു വിൻഡോ ആണെങ്കിൽ നിങ്ങൾ ഫയലിൽ പോയിട്ട് ന്യൂ വിൻഡോ എടുത്തിട്ട് ചെയ്താൽ മതി. ആൻഡ് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനല്ലേ ആദ്യം പറഞ്ഞത്? ആദ്യം ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളോട് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറാ. ചുമ്മാ നിങ്ങൾ എക്സ് ഷിഫ്റ്റ് 6 2, അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് കിട്ടി. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഞാനൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ, വേണമെങ്കിൽ ഇതൊരു ബ്ലൂ അല്ലേ, ബ്ലാക്ക് അല്ലേ, അപ്പോൾ ഒരു കളറൊക്കെ ഒന്ന് ഭംഗി ആയിക്കോട്ടെ. അപ്പോൾ ഒരു ബ്രൈറ്റ് കളറായിട്ട് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റെഡ് ആയിട്ട് നമ്മുടെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഗ്രാഫ് കൊടുത്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ക്രിയേറ്റ് എ സ്ലൈഡർ, നമ്പർ സ്ലൈഡർ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്പർ സ്ലൈഡർ തന്നെയാണ് ഇവിടെ വന്നത്. ഏ തന്നെയാണ്, ഇൻക്രിമെന്റ് 0.01 അല്ലേ പറഞ്ഞത്. അപ്പോൾ 0.01 ഞാൻ ഇൻക്രിമെന്റ് കൊടുത്തു. മിനിമം മാക്സിമം 5 തന്നെ വെച്ചിട്ട് കൊടുത്തു. ഇനി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കേ. സെറ്റാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലോട്ട് ദ പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തല്ലോ. ഇനി പ്ലോട്ട് ദ പോയിന്റ്സ് A0, എഫ് ഓഫ് എ, 0 എഫ് ഓഫ് എ. ഈ 3 പോയിന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് കൊടുക്കേണ്ട ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, A ഈക്വൽ ടു A, 0. അപ്പോൾ നമുക്ക് ഓരോ ഇൻപുട്ടുകളും കൊടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ആൻസർ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ A ഈസ് ഈക്വൽ ടു A0 ആണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ സ്മോൾ ലെറ്റർ A, 0. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ്, ബ്രാക്കറ്റ് മിസ്സായില്ലേ, പുറത്തായി പോയി, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. എ എന്ന് പറയുന്ന പോയിന്റ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് വേണം. ബി എന്ന് പറയുന്ന പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെന്താണോ നിങ്ങൾക്ക് കറക്റ്റ് ഇൻപുട്ട്, നിങ്ങളോട് ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു, ബി എന്തായിരുന്നു നമ്മളോട് പറഞ്ഞത് നോക്കാം, സോറി, ബി നിങ്ങളോട് പറഞ്ഞത് എ എഫ് ഓഫ് എയും സി 0 എഫ് ഓഫ് എയും. അപ്പോൾ ഓക്കെ, എ എഫ് ഓഫ് എയും 0 എഫ് ഓഫ് എ കേട്ടോ. അപ്പോൾ എ എഫ് ഓഫ് എ, മറ്റേത് 0 എഫ് ഓഫ് എ. അപ്പോൾ എ എഫ് ഓഫ് എ അങ്ങനെ തന്നെ നിങ്ങൾ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. അപ്പോൾ എ എഫ് ഓഫ് എ എന്ന് പറഞ്ഞത് വരച്ചു. ആൻഡ് സി എന്ന് പറയുന്ന പോയിന്റോ, സി ഈസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എ ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 0, എഫ് ഓഫ് എ എന്ന് പറഞ്ഞു കൊടുക്കാം. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡി. അപ്പോൾ ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് നമ്മൾ കൊടുത്തേ. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡർ ഇങ്ങനെ നീക്കുന്ന സമയത്ത് ഓരോ പോയിന്റ്സിലും ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2 ആകുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫാണ്. അപ്പോൾ 2 ആകുമ്പോൾ 4 ആയിരിക്കും. അപ്പോൾ നോക്ക്, 2
2 എടുത്ത സമയത്ത് നേരെ മുകളിലോട്ട് വരച്ചു. ഗ്രാഫ് ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ഈ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരെ ലെഫ്റ്റിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ സി കാണാം നിങ്ങൾക്ക്. സിയുടെ കോർഡിനേറ്റ്സ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇവിടെ കാണുന്നുണ്ട് ഓൾജിബ്ര വ്യൂവിൽ സിയുടെ കോർഡിനേറ്റ് വരുന്നത് 0,4. അപ്പോൾ 2 എടുക്കുന്ന സമയത്ത് എക്സ് ആക്സിൽ 2 എടുക്കുമ്പോൾ 2ന്റെ ഇമേജ് ആണ് ആക്ച്വലി വരുന്ന ആര് 4 എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യം. അത് നമ്മൾ 3 സംഭവങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. എന്താണ് വരയ്ക്കേണ്ടത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഇൻപുട്ട് ബോക്സിൽ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കേ, ഡ്രോ ദ ലൈൻ സെഗ്മെന്റ് എ ബി ആൻഡ് ബി സി യൂസിങ് സെഗ്മെന്റ് ടൂൾ, ഷോ ദ കോർഡിനേറ്റ്സ് ഓഫ് എ ബി സി. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സെഗ്മെന്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ആ ലൈൻ എ ബിയും ബി സിയും ഒക്കെ വരയ്ക്കുക, അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നോക്ക്, സെഗ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് പോയിന്റിൻ്റെതാ, ഇത് ലൈനിൻ്റെതാ. അപ്പോൾ ഇതായിരിക്കും എടുക്കേണ്ടി വരിക. അപ്പോൾ ഇത് എടുത്ത് നോക്കുക. ഇതിൽ സെഗ്മെന്റ് കാണുന്നുണ്ടോ നിങ്ങൾ? സെഗ്മെന്റ് കണ്ടു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? സിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ നേരെ കൊണ്ടുപോയി ബിയിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബി സി എന്ന് പറയുന്ന ലൈനായി. അതേപോലെ ബിയിൽ ആ ഒരു ഫിംഗർ കാണുന്നില്ല നിങ്ങൾ, ഒരു കൈയുടെ ഒരു ഷേപ്പ്, അത് വരുമ്പോൾ ബിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ നേരെ അത് കൊണ്ടുപോയിട്ട് ഇവിടെ എത്തുമ്പോൾ അതും ഓക്കെ. അപ്പോൾ എയിലും ക്ലിക്ക് ചെയ്തു. അപ്പോൾ എ ബിയും കിട്ടി, ബി സിയും കിട്ടി. ആ ലൈൻ സെഗ്മെന്റ് വരച്ചു. നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കാണാം. ബി സി എന്ന് പറയുന്ന ഈ ലെങ്ത് ജി ആണ്. അപ്പോൾ ജി ഈക്വൽ ടു 2. ആൻഡ് എ ബി എന്ന് പറയുന്ന ഈ ലെങ്ത് എച്ച് ആണ്. എച്ച് ഇസ് ഈക്വൽ ടു 4. ഈ ലെങ്ത് അല്ലേ എച്ച്, ഈ ലെങ്ത് ആണ് എച്ച്. അപ്പോൾ 4. അതൊക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും വലിയ പ്രശ്നങ്ങളുള്ളതൊന്നും അല്ല, സിമ്പിൾ. ഇനി അടുത്തത് പറഞ്ഞത് എന്താ നോക്കി, ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ബിയും സിയും എയുടെയും കോർഡിനേറ്റ്സ് ഷോ ചെയ്യാനാ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വളരെ ഈസി. നിങ്ങൾ ഇതാ ഇവിടെ സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് പോവുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നേരത്തെ നമ്മൾ കളർ സെലക്ട് ചെയ്തുകൊണ്ട് കളറിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ ബേസിക് എടുക്കുക. എന്നിട്ട് ഈ ഷോ ലേബൽ കണ്ടോ ഇവിടെ നിങ്ങൾ? ഷോ ലേബൽ നെയിം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നെയിം ആൻഡ് വാല്യൂ കാണാം. അപ്പോൾ നെയിം ആൻഡ് വാല്യൂ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ സിയുടെ കോർഡിനേറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ബിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്താൽ അതിൻ്റെ കോർഡിനേറ്റ് എയുടേത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നിങ്ങൾ നെയിം ആൻഡ് വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എയുടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോർഡിനേറ്റ്സ് കിട്ടും. അപ്പോൾ ഈ 3 എയുടെയും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ്റെ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി ഈ ഗ്രാഫ് വെച്ചുകൊണ്ട്? നമ്മളോട് ചോദ്യത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നൗ ഡ്രാഗ് ദ പോയിന്റ്സ് എ അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് സി ഓൺ ദ വൈ ആക്സിസ്. അപ്പോൾ നമ്മൾ എ ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് സിയുടെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞത്. അത് വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല. ഇങ്ങനെ പോകും. നിങ്ങൾ ഇത് ഞാൻ ലൈനായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പോൾ ലൈനിൽ തന്നെ ആട്ടോ ഉള്ളത്. നിങ്ങൾ വെറുതെ സെലക്ഷൻ ടൂളിലേക്ക് മാറ്റുക. ഓക്കെ. അപ്പോൾ നോക്ക്, ഈ വീണ്ടും ലൈനിൽ തന്നെയാണോ പോയത്? അല്ല, അവിടെ നിന്ന് തന്നെ ലൈൻ വരയ്ക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ നോക്ക്, ഞാനിതാ ഈ സ്ലൈഡർ എടുത്തു. സ്ലൈഡറിൽ നമ്മൾ ഈ എ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സിയും മാറുന്നത് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ എയുടെ വാല്യൂ 2-ലെത്തിയ സമയത്ത് സിയുടെ വാല്യൂ നിങ്ങൾ കറക്റ്റ് 4-ലേക്ക് വരുന്നുണ്ട്. 4-ലെത്തി. ഇനി എയുടെ വാല്യൂ 1-ലെത്തിയ സമയത്ത് നോക്ക്, എ 1, സിയും 1. അങ്ങനെ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് എ മാറുന്നതിനനുസരിച്ച് ആ സി എന്ന് പറയുന്ന കോർഡിനേറ്റും ബി എന്ന് പറയുന്ന കോർഡിനേറ്റും ഒക്കെ മാറുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യും. ഓക്കെ. ദെൻ ഇനി അടുത്തത് എന്താ? ഇതൊക്കെ പോട്ടെ, ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഇങ്ങനെയാണ് എക്സാമിന് ചോദ്യം ചോദിക്കുക. യൂസിങ് ദിസ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 2.3 സ്ക്വയർ, -1.8 സ്ക്വയർ, 0.9 സ്ക്വയർ, 2.9 സ്ക്വയർ. ഇതാണ് നിങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. അത് നിങ്ങൾക്ക് ഒരു ടേബിളൊക്കെ വരച്ചുകൊണ്ട് ചെയ്യാം. ഇതായിരിക്കും ചോദ്യം ഉണ്ടാവും എക്സാമിന്. ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ സ്റ്റെപ്പുകളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂസ് ആണ് നിങ്ങളുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരിക. എല്ലാത്തിനും മാർക്ക് ഉണ്ടാവും ഓരോ സ്റ്റെപ്പിനും. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് 2.3 -1.8 ഒക്കെയാണ്. അപ്പോൾ നോക്ക്, 2.3 അല്ലേ? അപ്പോൾ ഞാനിവിടെ സ്ലൈഡറിലെടുത്ത് ഇങ്ങനെ നീക്കി കൊണ്ടുവന്നാൽ മതി. 2.3 എടുത്ത സമയത്ത് 2.3 എത്തിയ സമയത്ത് നോക്കി ഇവിടെ പോയിന്റ് 2.3. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എത്ര നോക്കി? ഇവിടുത്തെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി, 5.29. ശരിയല്ലേ? നോക്ക്, സി നോക്കിയാൽ മതി. സി ഏത് പോയിന്റിലുള്ളത്? 0, 5.29. അപ്പോൾ y ആക്സിലെ വാല്യൂ എത്രയാണ്? 5.29. അതായത് എക്സിൽ 2.3 എടുക്കുമ്പോൾ അതിൻ്റെ ഇമേജ് y ആക്സിലെ വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ വരുന്നത് 5.29. നമ്മൾ ഗ്രാഫിന്റെ ബേസിക്കലി പഠിച്ച ഐഡിയ, ഫംഗ്ഷന്റെ ഐഡിയ അത് തന്നെ. ഇപ്പോൾ 2.3 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 5.29 ആണ് എഴുതി കൊടുക്കുക. പിന്നെ -1.8 ആകുമ്പോൾ അപ്പോൾ നമ്മൾ -1.8ലേക്ക് കൊണ്ടുപോകുന്നു. -1.8 ആകുന്ന സമയത്ത് -1. ഇതൊക്കെ കീബോർഡ് വെച്ച് നീക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ എ -1.8 എത്തി. അപ്പോൾ നോക്ക്, -1.8 നിങ്ങൾ എക്സ് ആക്സിൽ പോയിന്റ് എടുക്കുന്ന സമയത്ത് നേരെ y വാല്യൂ കിട്ടുന്നത് എത്ര നോക്ക്? y വാല്യൂ ഇവിടെ വരുന്നത് 3.24. അതായത് -1.8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3.24. അതും കിട്ടി. അങ്ങനെയാണ് നിങ്ങൾ ഓരോ വാല്യൂവിൻ്റെതും കണ്ടെത്തുക. ഇനി ഇവിടെ 2-3 എണ്ണം കൂടി ഉണ്ട്. 0.9ഉം 2.9 ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക്
നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. 0.9 എന്ന് പറയുമ്പോൾ സ്ലൈഡർ ഇവിടുന്ന് പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് മുകളിൽ എ മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ നിർത്താം. 1 എത്തിപ്പോയില്ലേ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ കീബോർഡ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി ചെയ്താൽ മതി. 0.9 ആകുമ്പോൾ നോക്ക്, 0.9 ആകുമ്പോൾ വൈ വാല്യൂ ഈ പോയിന്റിന്റെ അടുത്ത് കൊണ്ട് നോക്കിയാൽ മതി. ഇനി അല്ലെങ്കിൽ അത് ആവശ്യമില്ല. സി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സി എത്രയാ നോക്ക്, 0.81, 0,0.81. അപ്പോൾ 0.9 എക്സ് ആക്സിൽ എടുത്താൽ വൈ ആക്സിലെ വാല്യൂ 0.81 ആയിരിക്കും. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയണ്ടാവും. പക്ഷേ എക്സാമിന് വരുമ്പോൾ ഇത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എക്സാമിന് ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവും. ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തന്നതാണ്. ഫോളോ ദ ഡയറക്ഷൻ ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് നോക്കിക്കേ, അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 3 മാർക്കാണ്. ടോട്ടൽ 8 മാർക്കിന്റെ ഒരു ചോദ്യത്തിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കണ്ടോ നിങ്ങൾ. അപ്പോൾ f(x) = x² വരയ്ക്കുക. ഇൻപുട്ട് എന്താ കൊടുക്കേണ്ടതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് ചെയ്യാം. പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, a0 a f(a) ആൻഡ് 0 f(a) എന്നായിരിക്കും. ഇതൊരു ബൈ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. 0 f(a) ആണ് കേട്ടോ. ഒരു f(a) വരും ഇവിടെ, ഇത് ഫുൾ ആയിട്ട് വരില്ല. ഓക്കെ, എന്നിട്ട് എ ബിയും ബി സിയും ലൈൻ സെഗ്മെന്റ് വരയ്ക്കാം. അതൊക്കെ നമ്മൾ വരച്ചതാ. ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി യൂസിങ് ദ എബോവ് അപ്ലേറ്റ് ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2.3 ക്യൂബ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻപുട്ട് ബോക്സ് ഫോർ എഫ് ആൻഡ് എ ആണ് പറഞ്ഞത്. എന്നിട്ട് 2.3 ക്യൂബ്. എടാ നമ്മളിവിടെ x² അല്ലേ കണ്ടെത്തിയത്, പക്ഷെ ഇവിടെ ക്യൂബ് അല്ലേ ചോദിക്കുന്നത്. അതെങ്ങനെയാ ചെയ്യാം? അതിനാണ് ഇവിടെ പറഞ്ഞത് ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. അപ്പം നമ്മൾ നേരെ പോയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യും. സ്ലൈഡറിൽ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സിൽ ഇവിടെ നിങ്ങൾ എഫ് എന്ന് കൊടുത്താൽ മതി. ഫംഗ്ഷൻ്റെതാണെങ്കിൽ എഫ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ മതി. അത് ക്യാപ്ഷനാണ്, അത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി എന്നിട്ട് നിങ്ങൾ ആരെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്? f(x)നെ. അപ്പോൾ f(x)നെ മാറ്റി. എന്നിട്ട് f(x)നെ മാറ്റിയേ പിന്നെ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ബോക്സ് ഫോർ എനെ മാറ്റുന്ന ഒരു ഇൻപുട്ട് ബോക്സ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറുതെ എ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഇൻപുട്ട് ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടിനും ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം നോക്ക്, ഫംഗ്ഷൻ x³ ആകുന്ന സമയത്ത് എത്ര ഒരു വാല്യൂവിൻ്റെ കറക്റ്റ് ക്യൂബ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2.3 അതായത് ഇത് x³ ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ വാല്യൂ ഫൈൻഡ് ചെയ്യാം. 2.3 ക്യൂബ് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തല്ലേ നമ്മൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം, ഫംഗ്ഷന് ഞാനിവിടെ ഇൻപുട്ട് ബോക്സിൽ ഞാനൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ x² എന്നുള്ളത് നേരെ ഞാൻ മാറ്റിയിട്ട് x³ എന്നാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ ഇങ്ങനെ മാറും. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇങ്ങനെ മാറും. 2.3യുടെ ക്യൂബാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ 2.3 എടാ ഇവിടെ a 0.9 ആകുമ്പോഴുള്ള വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഏത് ഫംഗ്ഷനിൽ? x³ നിങ്ങൾ ഇവിടെ എക്ക് പകരം 2.3 കൊടുക്ക്. എക്ക് പകരം, അതുകൊണ്ടാണ് എക്കും എഫിനും സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എൻ്റെ വാല്യൂ മാറ്റി നമ്മൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ വാല്യൂ 2.3 ആകുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ നോക്കിയാൽ മതി. എൻ്റെ വാല്യൂ 2.3 ആകുമ്പോൾ ഇത് ഗ്രാഫ് നിങ്ങൾക്ക് ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നുകൂടി ചെറുതാക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് വിസിബിൾ ആയിരിക്കും. ഇതാ നോക്ക്, 2.3 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 12.17. അതാ 12.17. 2.3 എടുത്തിട്ടുണ്ടെങ്കിൽ 12.17. അതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ട അടുത്തൊരു ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2 ഇൻപുട്ട് ബോക്സുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സാം മോഡൽ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത നോക്ക്, യൂസിങ് ദ എബോവ് അപ്ലെറ്റ് ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് cos 4.4 ആൻഡ് എക്സ്പ്ലെയിൻ ദ മെത്തേഡ്. അപ്പോൾ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യും വേണം. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എക്സ്പ്ലെയിൻ മെത്തേഡ് ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഫ്, ചേഞ്ച് x³ ആസ് cos x എന്നാക്കുക. കാരണം cos 4.4 ഉള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വളരെ സിമ്പിളായിട്ട് cos 4.4 ഈ x³ മാറ്റുക. x³ മാറ്റിയിട്ട് cos x എന്നാക്കിയാൽ മതി. cos x, ഇപ്പോൾ cos x-ൻ്റെ ഫംഗ്ഷനാണ് നിങ്ങൾ കിട്ടുന്നത്. 4.4 cos 4.4ൻ്റെ വാല്യൂ കണ്ടത്. നിങ്ങൾ ഈ എനെ മാറ്റിയിട്ട് 4.4 ആക്കിക്കേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നോക്ക് ഗ്രാഫ് വേണേൽ നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ വാല്യൂ കാണട്ടോ.
4.4 എടുത്ത സമയത്ത് ഗ്രാഫിൽ ടച്ച് ചെയ്ത പോയിന്റ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ വാല്യൂ എത്ര? -3.1 സോറി -0.31. അപ്പോൾ നിങ്ങൾ ഈ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് എ സ്ലൈഡർ ഫോർ ഫംഗ്ഷൻ ആൻഡ് എ ആൻഡ് ചേഞ്ച് ദ ഫംഗ്ഷൻ ആസ് cos x ആൻഡ് പുട്ട് ദ വാല്യൂ ഇൻ എ ആസ് 4.4. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വാല്യൂ എത്രയാണെന്നുള്ളത് ഗ്രാഫ് നോക്കിയിട്ട് ചെക്ക് ചെയ്യും. ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി വേറൊരു ചോദ്യം കൂടി ഉണ്ട് അതിൽ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ദ ക്വസ്റ്റ്യൻ വാസ് ദിസ്: റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 3/1.3. അതെങ്ങനെയാണ് ചെയ്യുക? 3/1.3 ആകുന്ന സമയത്ത് 3/1.3. അപ്പം ഞാൻ ഒന്നെങ്കിൽ എനിക്ക് 3a എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. cos x അല്ലേ, ഞാൻ എ കൊടുക്കുന്ന സമയത്തല്ലേ മാറ്റുന്നത്. 3x കൊടുക്കാം. ഓക്കെ, 3x എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വേറെ മാറ്റട്ടോ, 3x എന്നും കൊടുക്കാം, അല്ലെങ്കിൽ x1.3 എന്ന് കൊടുക്കാം. എന്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരേ ആൻസറേ കിട്ടും. അപ്പോൾ നോക്ക്, 3x എന്ന് കൊടുത്തു. 3x. ഓക്കെ, അപ്പോൾ 3xന്റെ ഗ്രാഫാണിത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിൽ കൊടുത്തതാണ് എന്ന് പറയുന്ന പോയിന്റ്. അവിടെ ഞാൻ 1.3 കൊടുത്തു. 1.3. അപ്പം നിങ്ങൾ ആൻസർ നോക്ക്. നിങ്ങൾക്ക് എക്ക് 1.3 എടുക്കുന്ന സമയത്ത് 3/1.3 3x ഗ്രാഫാണ് ഈ റെഡ് പോകുന്നത്. എ 1.3 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷന്റെ വാല്യൂ 4.17. 4.17. ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്താണോ ചെയ്തത്, ഇൻപുട്ട് ബോക്സിൽ ഫംഗ്ഷന് പകരം 3x കൊടുത്തു ആൻഡ് സ്ലൈഡറിന് നിങ്ങൾ പകരം ഉണ്ടാക്കിയ ഇൻപുട്ട് ബോക്സിൽ എക്ക് പകരം 1.3 കൊടുത്തു. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 3/1.3 ആവും. ആ ഫംഗ്ഷന്റെ വാല്യൂ 3/1.3. നിങ്ങൾ എക്സിന് പകരം 1.3 കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ കിട്ടുന്നത് 4.17. ഇങ്ങനത്തെ കുറച്ച് ഐഡിയകൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാനൊരു പ്രാക്ടീസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ച് എങ്ങോട്ട് തന്നെ പോകാം, നമ്മുടെ മാനുവലിലേക്ക് തന്നെ പോകാം. ലാബ് മാനുവലിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞല്ലോ. ഇനി രണ്ടാമത്തത് വാല്യൂസ് ഓഫ് ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ. ഇതൊക്കെ സെയിം മെത്തേഡാട്ടോ. ഓപ്പൺ ദ ഫയൽ ആക്ടിവിറ്റി 1.1 ആൻഡ് സേവ് ആസ് 1.2. അതേ സംഭവം തന്നെയാണ് നിങ്ങളോട് 1.2 എന്ന് പറഞ്ഞ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതാ എന്നിട്ട് പറഞ്ഞു നോക്ക്. സെലക്ട് ഇൻപുട്ട് ബോക്സ് ടൂൾ, ക്ലിക്ക് ഓൺ ഗ്രാഫിക്സ് വ്യൂ, ഗിവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ, സേ ഫംഗ്ഷൻ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് f(x) = x². അപ്പോൾ നേരത്തെ ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിമിലർലി ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ സ്ലൈഡർ. ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ, അതേ സംഭവം തന്നെ, വേറൊരു മാറ്റവും ഇല്ല. അപ്പം ഞാൻ ഇതാ ഈ ഇൻപുട്ട് ബോക്സിൽ ഇത് x2 തന്നെ ആക്കുകയാണ്. x2 ആക്കിയിട്ടുണ്ട്. സോറി, x2 എന്ന് പറഞ്ഞ തന്നെ ഫംഗ്ഷൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സ്ലൈഡറും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡർ വെറുതെ നമ്മളിങ്ങനെ കുറച്ച് വാല്യൂസ് ഒക്കെ മാറ്റി ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നേരത്തെ കുറച്ച് ABCGH അതൊക്കെ അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് തന്നെ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്നുകൂടി മാറ്റി കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ഒരു ഫംഗ്ഷന് ഒരു ഇൻപുട്ട് ബോക്സും സ്ലൈഡറിന് ഒരു ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ എക്ക് ഒരു ഇൻപുട്ട് ബോക്സ്, എഫിന് ഒരു ഇൻപുട്ട് ബോക്സ്. അത് നമ്മൾ ഓൾറെഡി നേരത്തെ വേറൊരു മോഡൽ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൊണ്ട് അതും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാ. ഇനി ചോദ്യം നോക്കിക്കോ. ചേഞ്ച് ദ ഫംഗ്ഷൻ അക്കോർഡിംഗ്ലി ആൻഡ് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ കറക്റ്റഡ് ടു 3 ഡെസിമൽ പ്ലേസ് ഓഫ് ദി ഫോളോയിങ്. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു ടേബിളാണ് ഇനി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ചോദ്യങ്ങളൊക്കെ ബാക്കി നേരത്തെ ചെയ്തതുപോലെ തന്നതുപോലെയും തന്നെ. നോക്ക്, 3/1/3 വാല്യൂ കാണേണ്ടത് ഫംഗ്ഷൻ. അപ്പോൾ x1/3 ആണ്. x1/3 ആണ് ഫംഗ്ഷൻ. അപ്പോൾ എക്സിന് പകരം അവിടെ 3 വന്നാൽ മതി. അപ്പോൾ വാല്യൂ ഓഫ് f(x) എന്താണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ x² ഗ്രാഫൊക്കെ വരച്ച് വെച്ചിട്ടില്ലേ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഈ ഫംഗ്ഷൻ പോയിട്ട് മാറ്റാം. ഫംഗ്ഷൻ മാറ്റേണ്ടത് x1/3. അപ്പോൾ x ഷിഫ്റ്റ് 6 പവർ വന്നു. പവറിൽ നിങ്ങൾ 1/3 കൊടുത്താൽ മതി. 1/3 x1/3 ഗ്രാഫ് കാണാം. ഇനി ഏത് വാല്യൂ കാണേണ്ടത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. നോക്ക്, ഇൻപുട്ട് എക്സിന് പകരം 3, അതായത് 3/1/3. അപ്പോൾ എക്സിന് പകരമാണ് 3 കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിന് പകരം 3 കൊടുത്താൽ 3/1/3 കിട്ടും. എന്നിട്ട് ആ വാല്യൂ എത്ര എന്നുള്ളത് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സിന് പകരമാണ് 3 കൊടുക്കേണ്ടത്. അതായത് ഇത് നമ്മൾ എക്സിന് പകരം 3 കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്ലൈഡറിലെ എ ആണല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 3 കൊടുത്താൽ മതി. അപ്പോൾ നോക്ക്, നിങ്ങൾ എക്സിന് പകരം 3 കൊടുത്താൽ ഇപ്പം 3/1/3 എന്നാണ് കിട്ടിയത്. 3/1/3, അതായത് x 3 ആണെങ്കിൽ 3/1/3. x 3 ആകുമ്പോൾ 3/1/3യുടെ വാല്യൂ 1.44 വരുന്നത്. ഗ്രാഫ് കണ്ടോ നിങ്ങൾ? 1.44. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട,
ഒന്നെങ്കിൽ ഇവിടെ കോർഡിനേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൗസ് ഒന്ന് അവിടെ ആ ഒരു പോയിന്റിൽ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ തന്നെ ഒരു ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഒരു ബ്ലൂ ബോക്സ്. സിമ്പിൾ കാര്യം. ഇനി ഓക്കെ, ആ ഫംഗ്ഷൻ നിങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ നോക്ക്, റൂട്ട് 1.8 ആണ്. റൂട്ട് 1.8 കാണണമെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഫംഗ്ഷൻ ഇവിടെ ടേബിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേബിൾ അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണേ. ഫംഗ്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് റൂട്ട് എക്സ് അല്ലേ, റൂട്ട് എക്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഫംഗ്ഷൻ മാറ്റുന്നു. ഈ ഫംഗ്ഷൻ മാറ്റിയിട്ട് റൂട്ട് എക്സ് ആണെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ കൊടുക്കുക, SQRT അല്ലേ, SQRT എക്സ് എന്ന് കൊടുത്താൽ മതി. SQRT എക്സ്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഫംഗ്ഷൻ കിട്ടി. ഓ, ഇത് ഫംഗ്ഷനിൽ ഒരു ബ്രാക്കറ്റ് അധികമാണ് കേട്ടോ. SQRT. ഓക്കെ, റൂട്ട് എക്സിൻ്റെ കറക്റ്റ്. അപ്പോൾ വേറൊരു ഫംഗ്ഷൻ വേറെ ഏതൊന്നും ഉണ്ടോ, ഇല്ല. ഇനി റൂട്ട് എക്സിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണേണ്ട വാല്യൂ ഏതാണെന്നുള്ളത് നോക്ക്. റൂട്ട് 1.8. അപ്പോൾ ഇൻപുട്ട് എക്സിന് പകരം കൊടുക്കേണ്ടത് 1.8. ഓക്കെ, അപ്പോൾ നമ്മൾ 1.8 കൊടുക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വാല്യൂ ചേഞ്ച് 1.8, അതായത് റൂട്ട് 1.8ൻ്റെ വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടും. എക്സിൽ 1.8 കൊടുത്താൽ എക്സിന് കൊടുക്കുന്ന വാല്യൂ ആണ് നമ്മൾ സ്ലൈഡർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. 1.8 കൊടുത്താൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1.34 ആണ്. ഗ്രാഫിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് കാണാം, ഇവിടെ റെഡ് ആയിട്ടാണ് നമ്മുടെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ പോകുന്നത്. അപ്പോൾ 1.8 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 1.34. ഇതൊക്കെ എന്ത് സിമ്പിളല്ലേ. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്ക്, 2^2/3. ഈ 2^2/3 ആകുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, x^2/3 എന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ 2^x എന്ന് ക്രിയേറ്റ് ചെയ്താലും തെറ്റില്ല. എന്നിട്ട് എക്സിന് പകരം 2/3 കൊടുത്താൽ മതി. മനസ്സിലായോ? ഒന്നെങ്കിൽ 2^x എന്ന് ക്രിയേറ്റ് ചെയ്യാം, എക്സിന് പകരം 2/3 കൊടുക്കുക. അല്ലെങ്കിൽ x^2/3 എന്ന് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി, 2/3 കൊടുത്താൽ മതി. രണ്ട് വെച്ചാലും നിങ്ങൾക്ക് നോ പ്രോബ്ലം കേട്ടോ. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് x^2/3 കൊടുക്കാം. x^2/3 കൊടുക്കുന്ന സമയത്ത് നോക്കിക്കോ, രണ്ട് വെച്ചാലും ശരിയാണ്, x^2/3. ഓക്കെ, അതൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ ഗ്രാഫ് ഇതാ വന്ന്. ഇനി 2^2/3 വേണ്ടത്. അപ്പോൾ എയുടെ വാല്യൂ മാറ്റിയാൽ മതി 2. അപ്പോൾ നോക്കടാ, ഇപ്പം എക്സിന് പകരം 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 2^2/3 ഇങ്ങനെ ആയിരിക്കും. x^2/3 ഫംഗ്ഷൻ കൊടുത്തു, 2^2/3 x 2 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 1.59. 1.59 എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടുക. സിമ്പിൾ. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി അതേപോലെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ ടേബിളിൽ ഫില്ല് ചെയ്യണേ. ഇത് നോക്ക്, റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 5. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ raised to 1/2 അപ്പോൾ 2 raised to 1/2 വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് 1/2 all raised to 1/2 1/4 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഫംഗ്ഷൻ വരയ്ക്കുന്നത് കാണിച്ചു തരാം. സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ റൂട്ട് കൂടി വരും. അപ്പോൾ നമ്മളത് എന്താ ചെയ്യാന്നറിയോ, ഇതിന് മാറ്റും. SQRT എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നു. വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഒരു SQRT കൂടിയും കൊടുക്കുക. SQRT എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ നോക്കി, ഏകദേശം റൂട്ട് എക്സിൻ്റെ ഷേപ്പിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാണേണ്ട വാല്യൂ √5 ആ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, √5. അപ്പോൾ എക്സിന് പകരം കൊടുക്കേണ്ടത് 5 ആ. അത് സ്ലൈഡറിൽ നമ്മൾ കൊടുത്ത് ഇൻപുട്ട് ബോക്സിൽ മാറ്റുക. എക്സിന് 5 കൊടുത്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 5 കൊടുക്കുമ്പം വാല്യൂ വരുന്നത്, അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത് 1.5 ആണ്. 1.5 ആണ് നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത്. കറക്റ്റ് നിങ്ങൾക്ക് അത് ഗ്രാഫ് കാണും, അതൊന്നും തെറ്റാനൊരു ചാൻസും ഇല്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്താൽ മതി. ആൻഡ് ലാസ്റ്റ് ഒരൊറ്റ ഒന്നും കൂടി ഉണ്ട്, 3.46 -3/2. 3.46 -3/2 അതും കൂടി ഒന്ന് വരയ്ക്കാം. 3.46 -3/2. അപ്പം ഞാൻ x^-3/2 കൊടുക്കാം, അല്ലെങ്കിൽ 3.46 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഏത് കൊടുത്താലും തെറ്റില്ല. ഞാൻ x^-3/2 തന്നെ കൊടുക്കുന്നു. x^-3/2 x^-3/2 കൊടുത്തു. ഗ്രാഫ് കിട്ടി. ഇനി നമുക്ക് ഏത് പോയിന്റിലുള്ള വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്, 3.46 -3/2. 3.46 -3/2. അപ്പോൾ 3.46 -3/2 ആയതുകൊണ്ട് 3.46 അതും കൊടുത്തു. ഇനി നോക്ക്, 3.46 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്നത് 0.16 ആണ്.
0.16. അപ്പോൾ അതങ്ങ് എഴുതിയാൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇതാണ് നമ്മളുടെ ഫങ്ഷൻസിൽ, വാല്യൂസ് ഓഫ് ഫങ്ഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ആൻസർ ചെയ്തു. ഇനി ഇത് ചോദ്യമാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ നോക്കിക്കോ. ചേഞ്ച് ദ ഫംഗ്ഷൻ ടു f of x equal to 1/x and observe how the point C moves as the point A approaches the origin from either side. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടോ. ഇത് 1/x ആക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞത്. 1/x. ഓക്കെ, 1/x ആയാൽ ഈ സിയുടെ പോയിന്റ് ഒറിജിനിലേക്ക് അടുക്കുമ്പോൾ എന്ത് മാറ്റാ സംഭവിക്കുക എന്നല്ലേ ചോദിച്ചത്? എന്താ നോക്ക്, സി എന്താ ക്വസ്റ്റ്യൻ കറക്റ്റ് പറഞ്ഞത്? ഒബ്സർവ് ഹൗ ദ പോയിന്റ് സി മൂവ്സ് ദ പോയിന്റ് എ അപ്രോച്ചസ് ദ ഒറിജിൻ ഫ്രം എയ്തർ സൈഡ്. ഓക്കെ, എ ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് സിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തെന്നുള്ളത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും എ ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എ ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, ഒറിജിനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ ഇങ്ങനെ കൂടി പോവുകയാണ്. ഇതൊരിക്കലും സീറോയിൽ എത്തൂലതാ. പിന്നെ വരുന്ന വാല്യൂസ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റിൽ കണ്ടാൽ മനസ്സിലാവും. ആ ബി വാല്യൂ നോക്ക് നിങ്ങൾ, ഇതാ 12.5 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ വാല്യൂയിലേക്കാണ് അത് എത്തുക. അത് എത്ര എന്നുള്ളത് നമുക്ക് പിന്നെ പറയാൻ പറ്റൂല. അതിങ്ങനെ നീണ്ടു പോകും. ആൻഡ് ഈ സൈഡിൽ നിന്ന് വരികയാണെങ്കിലും സെയിം കേസ്, സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, പക്ഷെ ഒരിക്കലും എന്താവില്ല, സീറോ എത്തൂല. അപ്പോൾ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ആ വാല്യൂസ് നമുക്ക് കറക്റ്റ് പറയാനാവില്ല. ഓക്കെ, അതാണ് ആ ഒരു ഒബ്സർവേഷൻ. ചേഞ്ച് ദ ഫംഗ്ഷൻ f of x equal to greatest integer of x and observe the movement of c according to a. അത് നമുക്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഫ്ലോർ ഫംഗ്ഷൻ ആണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഫ്ലോർ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോർ എക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. എന്നിട്ട് ഈ മൂവ്മെൻറ്റിലുള്ള മാറ്റം നോക്ക് നിങ്ങൾ. മൂവ്മെൻറ്റുള്ള മാറ്റം കണ്ടില്ലേ? എ മാറുന്നതിനനുസരിച്ച് സിയും മാറുന്നത് കണ്ടോ നിങ്ങൾ? ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് ഈ ഫംഗ്ഷനിൽ കിട്ടുന്നുള്ളൂ. വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. 5 വരുമ്പോൾ 5, ഇവിടെ വരെ ഉള്ളൂ അല്ലേ. 4 വന്നാൽ 4, പിന്നെ അപ്പോൾക്ക് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇതൊന്നും വലിയ ടാസ്ക്കുള്ള പരിപാടികളല്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി ഫങ്ഷൻസ് ഓഫ് മെഷീൻ ഉണ്ട്. ഇത് ആക്ച്വലി ഇതിപ്പോൾ സ്കൂളുകളിലൊന്നും ഉണ്ടാകാറില്ല. ടീച്ചേഴ്സൊന്നും അധികം ഇത് പറയാറുമില്ല, എക്സാമിന് അങ്ങനെ ചോദിക്കാറുമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സ്കൂളുകളിൽ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കാം ആക്ടിവിറ്റി. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് വരിക എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു ടൈപ്പ് മോഡൽ ക്വസ്റ്റ്യനും ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് ലാബ് 1 വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. ഭയങ്കര ഈസി ആയിട്ടുള്ള ലാബാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് തരും. എന്താണോ അത് നമ്മൾ ചെയ്തു തന്നതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ലാബുമായിട്ട് കാണാം. ബൈ.